പസഫിക് റിംഗ് ഓഫ് ഫയറിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യമായ ജപ്പാൻ ലോകത്തിലെ ഏറ്റവും ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ഒന്നാണ്. ഈയിടെ രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലയിൽ 6.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായതും അതിനെ തുടർന്ന് സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചതും വീണ്ടും ലോകശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ്. വെള്ളിയാഴ്ചത്തെ ശക്തമായ ഭൂചലനം തിങ്കളാഴ്ചയുണ്ടായ ഭൂകമ്പത്തിന് പിന്നാലെ വന്നതിനാൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ ഭൂകമ്പങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് സർക്കാർ മുന്നറിയിപ്പ്. വെള്ളിയാഴ്ച രാവിലെയാണ് ജപ്പാൻ സമയം 6.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ജപ്പാന്റെ വടക്ക് കിഴക്കൻ തീരത്ത് അനുഭവപ്പെട്ടത്. ഇത് മേഖലയിലെ ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്കയുണ്ടാക്കി. ഈ ഭൂചലനം ജപ്പാൻ കാലാവസ്ഥാ ഏജൻസിയെ സുനാമി മുന്നറിയിപ്പ് നൽകാൻ പ്രേരിപ്പിച്ചു. ഭൂകമ്പം സംഭവിച്ച ഉടൻ തന്നെ തീരദേശവാസികൾക്ക് ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി മുന്നറിയിപ്പ് നൽകി. കടൽ തീരങ്ങളിൽ 1 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നായിരുന്നു പ്രധാന മുന്നറിയിപ്പ്. സുനാമി മുന്നറിയിപ്പ് ലഭിച്ച ഉടൻ തന്നെ തീരദേശവാസികളെ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറ്റാൻ അധികൃതർ നിർദ്ദേശിച്ചു. ജപ്പാനെ സംബന്ധിച്ചിടത്തോളം 1 മീറ്റർ ഉയരമുള്ള സുനാമി എന്നത് വലിയ നാശനഷ്ടങ്ങൾ വരുത്താൻ സാധ്യതയില്ലാത്ത ഒന്നാണെങ്കിലും മുൻകരുതലിന്റെ ഭാഗമായി ഈ മുന്നറിയിപ്പ് അതീവ ഗൗരവത്തോടെയാണ് കണ്ടത്. 2011 സുനാമി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ജപ്പാനിലെ സുനാമി പ്രതിരോധ സംവിധാനങ്ങൾ അതീവ കാര്യക്ഷമമാണ്.